പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാർ 1498 മെയ് 17 പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് എത്തി. ഇതെല്ലാം PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1961 ഡിസംബർ 19 450 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ അധീനയിലായിരുന്ന ഗോവൻ പ്രദേശങ്ങളിൽ നിന്ന് പോർച്ചുഗീസുകാർ പിൻവാങ്ങി. അപ്പോൾ ഇന്ത്യയിൽ 450 വർഷങ്ങളാണ് പോർച്ചുഗീസുകാർ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ആദ്യം എത്തിയതും ഏറ്റവും ഒടുവിൽ മടങ്ങിയതുമായ യൂറോപ്യൻ രാജ്യമാണ് പോർച്ചുഗൽ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം എത്തിയതും ഏറ്റവും ഒടുവിൽ മടങ്ങിയതുമായ യൂറോപ്യന്മാർ ആരാന്ന് വെച്ചാൽ പോർച്ചുഗീസുകാർ. രാജ്യം ഏതാന്ന് വെച്ചാൽ പോർച്ചുഗൽ. പാശ്ചാത്യ രാജ്യങ്ങളിലെ പരിഷ്കാര മാതൃകകളും സുഖഭോഗ വസ്തുക്കളും പ്രചരിക്കാൻ ഇടയാക്കി. അലങ്കാര പ്രധാനമായ വാസ്തുശില്പവും പുതിയ രീതിയിലുള്ള ബംഗ്ലാവുകളുടെ നിർമ്മാണവും കേരളത്തിൽ ആരംഭിച്ചു. യൂറോപ്യൻ യുദ്ധസങ്കേതങ്ങളും സമരായുധങ്ങളും പോർച്ചുഗീസുകാരിൽ നിന്നാണ് കേരളത്തിലെ രാജാക്കന്മാർ കൈവശമാക്കിയത്. ഇനി അവരുടെ സംഭാവനകൾ എന്തൊക്കെയാന്ന് നോക്കാം. കശുവണ്ടി, പുകയില, ആത്തിക്ക, പേരയ്ക്ക, പപ്പായ തുടങ്ങി കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കുരുമുളക്, ഏലം, കറുവപ്പട്ട, ഇഞ്ചി തുടങ്ങിയ കേരളോൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണികളിൽ പ്രചാരം നൽകി. ശാസ്ത്രീയമായ കൃഷിരീതി പ്രചരിപ്പിച്ചു. വ്യവസായ അടിസ്ഥാനത്തിൽ കയർ കേരളത്തിന്റെ കയറ്റുമതിയിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാക്കി മാറ്റി. മതപഠനത്തിനുള്ള സെമിനാരികളും സർവകലാശാലകളും സ്ഥാപിച്ചു. ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രകൃതി ശാസ്ത്രജ്ഞനായ ഗാർഷ്യ ഡ ഓർത്ത രചിച്ച ഗ്രന്ഥം ആ വിഷയത്തിലുണ്ടായ ആദ്യകാല പഠനങ്ങളിൽ ഒന്നാണ്. കേരളത്തിൽ അച്ചടി നടപ്പിൽ വരുത്തിയത് പോർച്ചുഗീസുകാരാണ്. അച്ചടിശാലകൾ സ്ഥാപിച്ചു. കഥകളിയുടെ ക്രിസ്തീയ അനുകരണമായ ചവിട്ട് നാടകം ആവിർഭവിച്ചതും ജനകീയ കലാരൂപമായി വികസിച്ചതും പോർച്ചുഗീസുകാരുടെ കാലത്താണ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ കാലത്താണ് ചവിട്ട് നാടകം ആവിർഭവിച്ചതും അത് വലിയ ഒരു കലാരൂപമായി മാറിയതും. ഇനി അടുത്തത് ഡച്ചുകാര്. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടു. ഇന്ത്യയിലെത്തിയ ആദ്യ ഡച്ചുകാരനാണ് കോർണേലിയസ് ഡി ഹൗട്ട്മാൻ ആണ് ഇന്ത്യയിലെത്തിയ ആദ്യ ഡച്ചുകാരൻ. 1605 ആന്ധ്രാപ്രദേശിലെ മസൂരി പട്ടണത്തിലാണ് ഡച്ചുകാർ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത്. PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ആന്ധ്രാപ്രദേശിലെ മസൂരി പട്ടണത്തിലാണ് ഡച്ചുകാർ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത്. ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗന്റെ നേതൃത്വത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1604 നവംബർ 11 കോഴിക്കോട് സാമൂതിരിയുടെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ആദ്യമായി ഒപ്പുവെച്ച കരാറാണിത്. ആദ്യമായിട്ട് ഒപ്പുവെച്ച കരാറാണ് എന്ത്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതായത് ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗിന്റെ നേതൃത്വത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1604 നവംബർ 11 കോഴിക്കോട് സാമൂതിരിയുമായിട്ടാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ഒരു ഡച്ചുകാരനും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ആദ്യമായി ഒപ്പുവെച്ച കരാറാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1605 മുതൽ 1825 വരെയാണ് ഇന്ത്യയിൽ ഡച്ച് സാന്നിധ്യം നിലനിന്നത്. 1741 ഓഗസ്റ്റ് 10 നടന്ന കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചത് അവരുടെ മുന്നേറ്റങ്ങൾക്ക് വിഘാതമായി. 1663 പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുത്തതോടെ ആണ് കേരളത്തിലെ ഡച്ച് കാലഘട്ടം ആരംഭിച്ചത്. കേരളത്തിലെ കാർഷിക സമ്പദ്ഘടന അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി പുതിയ തരം ഉൽപ്പന്നങ്ങളും ശാസ്ത്രീയമായ കൃഷിരീതികളും നടപ്പാക്കി. സൈനിക വിഭാഗത്തോടൊപ്പം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ചികിത്സാ വിഭാഗത്തെ നിലനിർത്തിയിരുന്നു.
ഉപ്പ് നിർമ്മാണം, ചായം മുക്കൽ തുടങ്ങിയ വ്യവസായങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഡച്ചുകാരുടെ സംഭാവനകളാണ് ഇതെല്ലാം കേട്ടോ. തീരപ്രദേശങ്ങളിൽ കുഷ്ഠരോഗ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. ഇന്ത്യൻ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കൂസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എന്ന അമൂല്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ഇതെല്ലാം ഡച്ചിന്റെ സംഭാവനകളാണ്. ഇനി അടുത്തത് ഡെൻമാർക്ക്. 1616 ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. 1620 തമിഴ്നാട്ടിലെ തരംഗബാഡിയിൽ ആദ്യ താവളം സ്ഥാപിച്ചു. അപ്പോൾ ഡെൻമാർക്കുകാര് ആദ്യമായിട്ട് എവിടെയാണ്? തമിഴ്നാട്ടിലെ തരംഗബാഡിയിലാണ് ആദ്യ താവളം സ്ഥാപിച്ചത്. പിന്നീട് സെറാംപൂർ, ബംഗാളിലെ സെറാംപൂർ ആസ്ഥാനമാക്കി ഡാനിഷ് പ്രദേശങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിനെ തുടർന്ന് 1850ഓടെ ഇന്ത്യയിലെ ഡെൻമാർക്കിന്റെ സാന്നിധ്യം അവസാനിച്ചു. ഇത്രയും ഉള്ളൂ ഡെൻമാർക്കിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതാണ് ഇംഗ്ലീഷുകാർ. 1600 ലണ്ടൻ നഗരത്തിലെ വ്യാപാരികൾ ചേർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. അപ്പൊ 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. കമ്പനിയുടെ പ്രതിനിധികളായ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് 1608 സർ തോമസ് റോ 1615 മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് വ്യാപാര അനുമതികൾ നേടി. 1613 ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി സൂററ്റിൽ, ഗുജറാത്തിലെ സൂററ്റിൽ സ്ഥാപിതമായി. 1639 മദ്രാസ് ഇംഗ്ലീഷ് കമ്പനിക്ക് അധീനമായി. 1641 അവിടെ സെന്റ് ജോർജ് കോട്ട നിർമ്മിച്ചു. അപ്പോൾ സെന്റ് ജോർജ് കോട്ട നിർമ്മിച്ചത് 1641. അതോടെ മദ്രാസ് ഇംഗ്ലീഷുകാരുടെ പ്രധാന കേന്ദ്രമായി. ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമൻ രാജാവ് പോർച്ചുഗൽ രാജകുമാരി കാതറിനെ വിവാഹം ചെയ്തതിനെ തുടർന്ന് 1662 പോർച്ചുഗീസുകാർ ബോംബെ ദ്വീപ് സ്ത്രീധനമായി നൽകി. അങ്ങനെ ബോംബെ കമ്പനിക്ക് അധീനമായി. 1757 പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അസ്ഥിവാരമിട്ടു. 1858 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടുകൊണ്ട് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു. ഇതൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എന്നാണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തതെന്ന്? 1858. വേറൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചു വിട്ടത് എന്നാണ്? 1858. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തത്. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ പ്രാപ്തിയോടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അസ്തമിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു 1947 ഓഗസ്റ്റ് 15. അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഏകീകരണം, റോഡ്, തീവണ്ടി, കമ്പി, തപാൽ തുടങ്ങിയ രംഗത്ത് നടത്തിയ പരിഷ്കാരങ്ങൾ, ഗതാഗത വാർത്താവിനിമയ സംവിധാനം മെച്ചപ്പെടുത്തി, നിരവധി വിദ്യാലയങ്ങൾ ആരംഭിച്ചുകൊണ്ട് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചു, നരബലി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിർത്തൽ ചെയ്തു, വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു, കാര്യക്ഷമമായ ഭരണ സംവിധാനം നടപ്പാക്കി. അടുത്തത് ഫ്രഞ്ചുകാർ. വ്യാപാര ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. 1674 മുതൽ 1954 വരെയാണ് ഇന്ത്യയിലെ ഫ്രഞ്ച് കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത്. 1664 ലൂയി 14 കാലത്ത് പ്രസിദ്ധ രാജ്യതന്ത്രജ്ഞനായ കോർബേറ്റിന്റെ നേതൃത്വത്തിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഫ്രാങ്കോയിസ് ബെർണിയർ ആണ് ഇന്ത്യയിലെത്തിയ ആദ്യ ഫ്രഞ്ചുകാരൻ. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് പല രീതിയിലൊക്കെ ചോദിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ ഫ്രഞ്ച്
കാരൻ ആരാന്ന് വെച്ചാൽ ഫ്രാങ്കോയിസ് ബെർണിയർ ആണ്. ഫ്രാങ്കോയിസ് ബെർണിയർ ആണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഫ്രഞ്ചുകാരൻ. 1668 ഗുജറാത്തിലെ സൂറത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം ആരംഭിച്ചു. അപ്പോൾ 1668 ആണ് ഗുജറാത്തിലെ സൂറത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് വ്യാപാര കേന്ദ്രം ആരംഭിച്ചത്. 1673 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് പോണ്ടിച്ചേരി തുറമുഖം സ്വന്തമാക്കി. പോണ്ടിച്ചേരി ആയിരുന്നു ഇന്ത്യയിലെ ഫ്രഞ്ച് പ്രദേശങ്ങളുടെ ആസ്ഥാനം. പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി ഇന്ത്യയിലെ ഫ്രഞ്ച് പ്രദേശങ്ങളുടെ ആസ്ഥാനം. ഫ്രഞ്ച് അധീനതയിലായ മുൻ കടത്തനാടൻ പ്രദേശമായിരുന്നു മയ്യഴി. ഫ്രഞ്ച് അധീനതയിലായ മുൻ കടത്തനാടൻ പ്രദേശമായിരുന്നു മയ്യഴി. അപ്പോൾ മയ്യഴിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ എന്താണ്? മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന മലയാളം നോവല്. അത് എഴുതിയത് ആരാണ്? എം മുകുന്ദൻ. മയ്യഴി പശ്ചാത്തലമാക്കി ആ നാട്ടുകാരൻ തന്നെയായ എം മുകുന്ദൻ എഴുതിയ മലയാളം നോവലാണ് മയ്യഴി പുഴയുടെ തീരങ്ങളിൽ. അപ്പോൾ 1954 നവംബർ 1 ഒടുവിലത്തെ ഫ്രഞ്ച് പ്രദേശങ്ങളും വിട്ടുകൊടുത്തുകൊണ്ട് ഫ്രാൻസ് ഇന്ത്യ വിട്ടു. 1954 നവംബർ 1 ഏറ്റവും ഒടുവിലത്തെ പ്രദേശം വരെ വിട്ടുകൊടുത്തുകൊണ്ട് ഫ്രാൻസ് ഇന്ത്യ വിട്ടു പോയത്. ഇന്ത്യയിലെ ഏതെല്ലാം പ്രദേശങ്ങളാണ് ഫ്രഞ്ച് കീഴടക്കിയിരുന്നത്? അത് കൊറോമാൻഡൽ തീരപ്രദേശത്തെ പോണ്ടിച്ചേരി, കാരക്കൽ, യാനം എന്നീ പ്രദേശങ്ങൾ. പിന്നെ മലബാർ തീരപ്രദേശത്തെ മാഹി, ബംഗാളിലെ ചന്ദേർ നഗർ എന്നീ പ്രദേശങ്ങളും ഫ്രഞ്ച് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യയിലെ ഫ്രഞ്ച് ആധിപത്യത്തിലിരുന്ന അവസാനമായി വിട്ടുകൊടുത്ത പ്രദേശം പോണ്ടിച്ചേരി, ഇപ്പോഴും പുതുച്ചേരി എന്ന് പറയും, ആണ്. 1954 ഫ്രഞ്ച് ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഇന്ത്യക്ക് വിട്ടുകൊടുത്തത്. എന്നാൽ ഔദ്യോഗികമായി ഇന്ത്യയിൽ ലയിച്ചത് 1962. ഫ്രഞ്ചുകാരുടെ സംഭാവനകൾ. ദക്ഷിണേന്ത്യയിലെ രാജവംശങ്ങളുമായി ഫ്രഞ്ചുകാർ അടുത്ത ബന്ധം പുലർത്തി. ഇന്ത്യയിൽ പാശ്ചാത്യ ചികിത്സാ സമ്പ്രദായം പ്രചരിപ്പിച്ചു. ഇതെല്ലാമാണ് സംഭാവനകൾ. ഇതോടെ ഇന്നത്തെ ഇന്ത്യയിലെ യൂറോപ്യന്മാരുടെ ക്ലാസ് തീർന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.